അപ്പോൾ അതുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്നുള്ളത് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അതുലിൻ്റെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഈ ഒരു ഇതിൽ പറയണേ, എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ താഴെ പറയണേ. അപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ വീഡിയോ എടുത്തിട്ട് അതുൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഷഹലയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. ഒരു വളർത്തിച്ചോട്ടിയില്ല. അപ്പൊ കുടുംബത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് മറ്റേ കഴിവേരി മോള് വേറെ ഒളിച്ചോടിയെന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചിയുടെ കൂട്ടുകാരി വല്ലതും ആണോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ചേച്ചിയുടെ കൂട്ടുകാരി ആണെന്ന് തോന്നുന്നു. ചേച്ചി അത്രയ്ക്ക് ഉത്കണ്ഠാബോധമായിട്ട് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. എന്റെ പൊന്നിയേച്ചി, ഇങ്ങനെ വരവരുത്. എന്ത് പ്രശ്നം, എന്ത് മാങ്ങാത്തൊലി, എന്ത് പ്രശ്നമായാലും നിയമപരമായിട്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് പോവാം അല്ലെ. അല്ലാണ്ട് നാട്ടിലോട്ട് ഭർത്താവ് വരാൻ നിന്നപ്പോ കൊച്ചിനെ കണ്ടു പോകുന്നു. അതും അപ്പുറത്ത് പോയവന് വേറെ കുടുംബം, അവന് ഭാര്യ 3 മക്കളുണ്ട്. ഇവള് തകർത്തത് ഇവന്റെ കുടുംബവും അപ്പുറത്ത് അവന്റെ കുടുംബമല്ലേ. അവൻ തകർത്തത് ഇവന്റെ കുടുംബവും അപ്പുറത്ത് അവന്റെ കുടുംബമല്ലേ. അപ്പൊ 2 കുടുംബമല്ലേ രണ്ടുപേരും കൂടി തകർത്തത്. ഓക്കെ, രണ്ടുപേരെ സുഖം പ്ലക്കാൻ പോയത് 2 കുടുംബങ്ങളല്ലേ തകർത്തത്. പിന്നെ ചേച്ചിക്ക് എങ്ങനെ ന്യായീകരിക്കാൻ തോന്നി? കുടുംബത്തിൽ പ്രശ്നം കാണാം, അതുകൊണ്ടായിരിക്കും. എന്ത് മാങ്ങാത്തൊലി പ്രശ്നം? എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത ഈ കുടുംബം ഈ ഒരു ലോകത്തുമില്ല. ഇവളമാർക്ക് ഭർത്താക്കന്മാർ അമ്മ ആയപ്പം കടികളാവിയപ്പം വേറെ അവന്റെ അവിടെയൊക്കെ പോയി. മാന്യവും മര്യാദയ്ക്ക് ജീവിക്കുന്ന പ്രവാസികളുടെ ഒരുപാട് ഭാര്യമാരുണ്ട്. അവർക്കും കൂടി ചീത്ത പേരുണ്ടാക്കിക്കൊണ്ടാണ് ഇതുപോലത്തെ കഴിവേറത്തനങ്ങൾ കാണിക്കുന്നത്. എന്നിട്ട് ഇവളുമാരെ അന്നേരം ന്യായീകരിച്ച് മെഴുകുകയാണ്. അയ്യോ, അവർക്ക് ചിലപ്പോ അവിടെ പ്രശ്നം കാണും കുടുംബത്തിൽ, അതുകൊണ്ടായിരിക്കും. പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ വേറെ കണ്ടാൻ്റെ ഉടനെ ഇറങ്ങി പോവും. കൊള്ളാമല്ലോ ഇത്. നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം പൊട്ട്. ഓക്കെ, ഇതൊരുമാതിരി നാട്ടിച്ച് നാറാണതാക്കി. നാട്ടുകാരെന്തൊക്കെ പറയുന്നുണ്ട് ഒന്ന് കേട്ട് നോക്കിയിട്ടുണ്ടോ? അവന് കഴിവില്ലാത്തതുകൊണ്ട്, അടുത്ത് അവൻ നാട്ടിൽ കിടന്നുണ്ട്, അവൻ പുറത്ത് കിടന്നുകൊണ്ട് അവള് നാട്ടിൽ വേറെ സെറ്റപ്പ് പിടിച്ചത്, ഇതെല്ലാം പറയും നാട്ടുകാർ. പലതും പറയും, പല രീതിയിൽ പരിഹാസങ്ങൾ ആ വ്യക്തി കേൾക്കേണ്ടി വരും. അതുപോലെ ഇപ്പുറത്ത് മറ്റവന്റെ ഭാര്യയും മക്കളും കേൾക്കേണ്ടി വരും. അവിടെ 3 മക്കളുണ്ട്. ആ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം തന്ത വേറൊരുത്തേയും കൊണ്ട് എവിടെയാ പോയി. അടുത്ത് ഇപ്പുറത്ത് ഈ ഒരു കൊച്ചിനെ കൊണ്ടുപോയി, സ്വന്തം തള്ള വേറെ അവൻ്റെ അവരാധിക്കാൻ പോയി. ഇതെല്ലാം കേൾക്കേണ്ടി വരില്ലേ? അപ്പൊ എന്ത് പ്രശ്നമാണ് ഇവിടെ? ആർക്കാണ് പ്രശ്നം? കുട്ടിക്ക്. 2 ഭാഗത്തുള്ള മക്കൾക്കും പ്രശ്നമില്ലേ? അതിനൊക്കെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കണ്ട അവരാധികൾ പറയുന്ന കേട്ടോണ്ടെങ്കിൽ ഇരുന്നാ മതി. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിച്ച് മെഴുകുന്നു. ഞാൻ അവളെ മാത്രമല്ല 2 അപരാധികളെയും ഞാൻ പറയും. അമ്മാതിരി അപരാധമാണ് കാണിച്ചിട്ടുള്ളത്. നാണമല്ലേ ചേച്ചി ഇതിനെയൊക്കെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ? കുടുംബത്തിൽ പ്രശ്നം കാണാം, അതുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോയത്. കുടുംബത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്നലെ കണ്ട മൊബൈൽക്കാരൻ്റെ അവിടെ ഇറങ്ങിപ്പോകും. എന്തുവായിട്ട് അവനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. വേറൊരു ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഷഹലയുടെ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന ഒരു അതിനെനിക്ക് ഒരു ഇത് വന്നതാണ്. അതുലിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അതുൽ എനിക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ നീ പറഞ്ഞതിനോട് എനിക്കൊരു ഇതുണ്ട്. എന്താ ചോദിച്ചാൽ, അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു അവളുടെ ഫ്രണ്ടാണെന്നുള്ളത്? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു അവളുടെ ആരെങ്കിലും ആണെന്നുള്ളത്? അപ്പോൾ നീ പറയണത് എന്താണ്? നീ എല്ലാം അറിഞ്ഞിട്ടാണോ അതിൽ നീ പറയുന്നത്? ഞാൻ എന്താ പറഞ്ഞത്, നീ എന്താണ് മനസ്സിലാക്കിയെടുക്കുന്നത്? ശരിയാണ്, ഒരു പെണ്ണ് മറ്റൊരുത്തൻ്റെ കൂടെ ഭാര്യ ആയിരിക്കെ ഒരു വേറെ ഒരുത്തൻ്റെ കൂടെ പോണത് തെറ്റാണ്. ആ പോവാനുണ്ടായ സാഹചര്യമാണ് മോനെ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പോയതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരിയോ ഒന്നുമല്ല. ഞാൻ അവൾക്കുണ്ടായ സാഹചര്യങ്ങൾ, അവളുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഇത് മുക്കും മൂലയും കണ്ടിട്ട് കുറേ പേര് എനിക്ക് കമൻ്റ് ഇട്ടതായിട്ട് കണ്ടു. അവളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആരാണ്, അവളുടെ അതാണ് ഇതാണ് പറഞ്ഞിട്ട്. അപ്പോൾ അവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ അവളുടെ ആരുമല്ല. അപ്പം നമ്മളൊരു നാണയം എടുക്കുന്ന സമയത്ത് 2 വശവും നോക്കണം. ഇപ്പം ഈ പെണ്ണ് ആ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുക? ഈ പെണ്ണിനെയല്ലേ സപ്പോർട്ട് ചെയ്യുക? ഇവളുടെ പ്രവാസിയായ ഭർത്താവിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? അപ്പോൾ പറയും അവൻ എന്തൊക്കെയോ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ ഈ ഒരു ആത്മഹത്യ ചെയ്തത്. അങ്ങനെയാണ് നിങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു പെണ്ണ് വേറെ ഒരുത്തൻ്റെ കൂടെ പോയതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. 3 മക്കൾ ഉള്ളവരുടെ കൂടെ ഇവൾക്കും മക്കളുണ്ട്, ഇവൾക്ക് ഭർത്താവുണ്ട്. ഇവള് ഭർത്താവിരിക്കെ ഒരു 3 മക്കൾ ഉള്ളവൻ്റെ കൂടെ പോയതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഞാനതവിടെ പറയുന്നുണ്ട്. അതിലെന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ കിടന്നിട്ട് ഞാൻ അവളുടെ
കൂട്ടുകാരിയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതിലെ നീയും പല വീഡിയോസുകളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടോപ്പിക്ക് ഇവിടെ പറഞ്ഞതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. ഞാൻ കൂട്ടുകാരിയാണ്, നീ എന്തെങ്കിലും അറിഞ്ഞിട്ട് ഞാൻ കൂട്ടുകാരിയാണോ അല്ലേ എന്നുള്ളത് ഇവിടെ വന്നിട്ട് പറയാം. അല്ലാതെ ഈ വർത്താനം ഇവിടെ വന്നിട്ട് പറയണ്ട. അവൾ ചെയ്തത് ചെറ്റത്തരം തന്നെയാണ്. അവളെ ഞാൻ ന്യായീകരിക്കാനോ അവളിനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ വന്നത്. അവൾ ഇങ്ങനെയെല്ലാം സാഹചര്യങ്ങളിലൂടെ പോകുന്നതായിരിക്കാം, ശരിയാണ്. ഞാൻ അവിടെ പറഞ്ഞത് കുറച്ച് ഇതുണ്ട്, എന്താ വെച്ചാൽ പോവാൻ പാടില്ലായിരുന്നു. അവൾ വേറൊരുത്തിൻ്റെ കൂടെ പോവുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അവളുടെ വീട്ടിലാണ് പോവേണ്ടത്. അതിൽ ഞാൻ ന്യായീകരിക്കുന്നത്. ഞാൻ അതിലെനിക്ക് അവിടെ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താ ചോദിച്ചാൽ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം അവൻ്റെ കൂടെ പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോകുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നത് ശരിയാണ്. അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അവൾക്ക് ഇവളുടെ വീട്ടിലോട്ട് പോകാം, അല്ലെങ്കിൽ കേസും കോടതിയായിട്ട് പോകാം, അത് ശരിയാണ്. പക്ഷേ നീ ഇപ്പോൾ ഒന്നും അറിയാതെ ഞാൻ അവളുടെ കൂട്ടുകാരിയാണ്, ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതിന് കുറച്ച് കൂടിപ്പോയി. അതിൽ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ആദ്യം ഒന്ന് ചിന്തിക്കും. നീ ചെയ്ത പല വീഡിയോസുകളും സ്വയം ഒന്ന് ഇരുന്ന് നോക്ക്. നീ അതിലെല്ലാം പെർഫെക്റ്റായിട്ട് തന്നെയാണോ, എല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് തന്നെയാണോ നീ വീഡിയോ ചെയ്തിരിക്കുന്നതെന്നുള്ളത് ഒന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ കൂട്ടുകാരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പിന്നെ സംസാരിക്കാം. മനസ്സിലായോ? പിന്നെ അതിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം യൂട്യൂബേഴ്സാണ് അല്ലേ? നമ്മളെല്ലാം, നിൻ്റെ അത്രയും ഇല്ലെങ്കിലും ഞാനും ഒരു ചെറിയൊരു യൂട്യൂബറാണ്. ഞാനും പലരെയും വിമർശിച്ചും പലരെയും ഇത് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. നിന്നെപ്പോലെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാനൊരു വീഡിയോയും ചെയ്തിട്ടില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ, എനിക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ട് വീഡിയോ ചെയ്യാറ്. ഞാനും ഒരു പെണ്ണാണ്, ഞാനും ഒരു ഫാമിലിയിൽ ഇരുന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നിനക്ക് എന്നെക്കുറിച്ചിട്ട് ഒരു ചുക്കും ഒരു കാര്യം, എൻ്റെ കാര്യങ്ങളോ ഒന്നും നിനക്കറിയില്ല. നിനക്ക് ഒന്നും അറിയാതെ ഞാൻ അവളുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ നിൻ്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു ചീഞ്ഞ നിൻ്റെ മനസ്സുണ്ടല്ലോ, അത് നിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ മതി. നീ ഒരുപാട് പേരെ വ്യക്തിഹത്യ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് അറിയാം. നിൻ്റെ വീഡിയോകളെല്ലാം, നിൻ്റെ ഫസ്റ്റ് മുതൽ നിൻ്റെ വീഡിയോസുകളെല്ലാം ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. നിൻ്റെ സബ്സ്ക്രൈബറുമാണ് ഞാൻ. നിന്നെ FBയിലാണെങ്കിലും, അതുപോലെ FB ഉണ്ടോയെന്ന് അറിയില്ല, FBയിലല്ല ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ നിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിൻ്റെ എല്ലാ വീഡിയോസുകളും ഞാൻ കാണുന്നതുമാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ആണ്, നമ്മളെല്ലാം ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ നീ എന്ത് റീച്ചിൻ്റെ പേരിലാണെങ്കിലും നീ ഈ പറഞ്ഞ ആ ഒരു ഇതിനോട് ഒരിക്കലും എനിക്ക് പൊറുക്കാൻ കഴിയില്ല. നീ ഇത് എഴുതി വെച്ചോ, നീ എവിടെ വേണമെങ്കിലും നീ എഴുതി വെച്ച് ഇതിന് നീ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്താ ചോദിച്ചാൽ, ഞാൻ ഒന്നും അറിയാതെ ഞാൻ അവളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ നിൻ്റെ ആ ഒരു പുഴുത്ത നാക്കുണ്ടല്ലോ, അത് കർമ്മ എന്നൊരു ഇതുണ്ടെങ്കിൽ നീ ഇതിനെല്ലാം നിനക്ക് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. അതിൽ നീ എഴുതി വെച്ചോ, അതെന്താണെങ്കിലും നിനക്ക് കിട്ടും. എനിക്ക് വേറെ എന്ത് നീ എന്നെ വിമർശിച്ചോ, ചേച്ചി നീ ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നീ വിമർശിച്ചോ, പക്ഷേ നീ പറഞ്ഞ ആ ഒരു വാക്ക്, ഇവളും അവളുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, അതിൽ നിന്ന് നിനക്ക് മനസ്സിലായി നീ എത്രത്തോളം പുഴുത്ത ഒരു മനസ്സിനുടമയാണെന്നുള്ളത്. നിൻ്റെ എല്ലാ വീഡിയോസുകളും, ഇപ്പോൾ രേണുസുധിയെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നതാണ് മോനെ. നീ ഇത്രയും അതപ്പതിച്ചൊരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി. രേണുസുധിനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. രേണുവിൻ്റെ വീട്ടിലടക്കം പോയി നിനക്ക് എല്ലാ കാര്യങ്ങളും നീ രേണുവിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും അവർക്കെതിരെ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് നീ. അപ്പോൾ നിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരെ തന്നെ നീ കാണിക്കാനുള്ള മനസ്സുണ്ടല്ലോ. ശരി, നിനക്ക് എന്നെ നേരത്തെ പേഴ്സണലി എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നതാണെങ്കിൽ ശരി, ഞാൻ അവിടെ ക്ഷമിക്കുമായിരുന്നു. പക്ഷെ നീ ഒന്നും അറിയാതെ എന്നെക്കുറിച്ച് എൻ്റെ ആ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ അവളുടെ ഫ്രണ്ടാണ് തരത്തിലുള്ള രീതിക്ക് നീ എടുത്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ മോനെ, ഇതിന് നീ അനുഭവിക്കും. ഇത് അനുഭവിക്കാതെ നീ ഇതിന് ഇതാവില്ല. നീ അത്രത്തോളം നീ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാണ് നീ ഓരോ വീഡിയോകളും ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വീഡിയോകൾ ചെയ്തിട്ടില്ല, ഞാനും റിയാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആരും വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ആ ഒരു ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, നിൻ്റെ ഈ അഭിപ്രായമായിരിക്കാം, പക്ഷേ ഈ അഭിപ്രായം അതിൽ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ നീ പറയണം. അല്ലാതെ ഒന്നും അറിയാതെ നുണ പറയുകയല്ല, നുണ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുകയല്ല നീ ചെയ്യേണ്ടത്. ഞാൻ അവളുടെ ഫ്രണ്ടാണെന്നോ എന്തെങ്കിലും നിനക്ക് അറിയാമായിരുന്നു, നിനക്ക് അറിയാമായിരുന്നു, അറിഞ്ഞിട്ടാണോ നീ ആ ഒരു വീഡിയോ എടുത്ത് ചെയ്തത്? അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാകും, അതുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ഫാമിലിയിൽ പ്രശ്നം നടക്കുന്നത് നീ കണ്ടോ? നീ എൻ്റെ അയൽവാസിയാണോ? നീ എൻ്റെ ഫ്രണ്ടാണോ? നീ എൻ്റെ നീ എൻ്റെ ആരെങ്കിലും ആണോ? എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനും എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന
നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയാനും നിൻ്റെ കുടുംബത്തിൽ കയറി ഞാൻ കളിച്ചിട്ടില്ല കേട്ടല്ലോ. നീ നിൻ്റെ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾ നീ നോക്ക്, എന്നിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് കയറി ഇതാകാൻ പാ. എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നിൻ്റെ അടുത്ത് ഞാൻ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എല്ലാ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാ കുടുംബത്തിലും ഉണ്ടാവും, നിൻ്റെ കുടുംബത്തിലും ഉണ്ടാവും, എൻ്റെ കുടുംബത്തിലും ഉണ്ടാവും. എല്ലാം തികഞ്ഞവരായിട്ട് ലോകത്ത് ആരുമില്ല. അപ്പോൾ പ്രശ്നങ്ങൾ എല്ലാവിടെയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഇവിടെ പറയണ്ട. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ വീഡിയോ ചെയ്യ്. എൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് വെച്ചിട്ട് നിനക്ക് വീഡിയോ ചെയ്യാൻ നിനക്ക് ആരാ ലൈസൻസ് തന്നത്? ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അതിന് നിനക്ക് എന്തിനാ എത്ര പൊള്ളാനുള്ളത്? ഞാൻ അവളുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് നീ ആരാണ്? എനിക്കതാ ചോദിക്കാനുള്ളത്. നീ ആരാ അതൊക്കെ പറയാൻ? നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ടിരുന്നു. ഇത് എനിക്ക് കൂടുതലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ കർമ്മ എന്നൊരു ഇതുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിലേ നിനക്കത് കിട്ടും. നീ അധികം താമസിയാതെ നിനക്കത് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത്രയുള്ള ഒരു ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.